ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ഷെല്ലിലെയും ഓർബിറ്റൽസ് ഒന്നിന് താഴെ ഒന്നായിട്ട് എഴുതുക. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. നോക്കിക്കോട്ടാ. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ ഓർബിറ്റൽ ഏതാ? 1s. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലിൽ ഓർബിറ്റൽസ് ഏതൊക്കെയാ? 2sഉം 2pയും. മൂന്നാമത്തെ ഷെല്ലിൽ ഓർബിറ്റൽസ് ഏതൊക്കെയായിരിക്കും? 3s, 3p, 3d അല്ലേ? നാലാമത്തെ ഷെല്ലിൽ ഏതൊക്കെ ഓർബിറ്റൽസ് ഉണ്ടാവുക? 4s, 4p, 4d, 4f. അഞ്ചാമത്തെ ഷെല്ലിലോ എഫ് വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ തൽക്കാലം എഫ് സബ് ഷെല്ല് വരെയാണ് നമ്മൾ മാക്സിമം സബ് ഷെല്ലായിട്ട് എടുക്കുന്നുള്ളൂ. സബ് ഷെല്ലുകൾ ജിയും എച്ചൊന്നും തൽക്കാലം നമ്മുടെ കൺസിഡറേഷനിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, 5s, 5p, 5d, 5f. ഓക്കെ, അത് കഴിഞ്ഞാലോ ആറാമത്തെ ഷെല്ലിൽ 6s, 6p, 6d, 6f. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഷെല്ലുകൾ വേണമെങ്കിലും എഴുതാം. 7, 8, 9 ഷെല്ലുകൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ ഈ ഓർബിറ്റൽസിനെല്ലാം ലൈൻസ് വരച്ചു കൊടുക്കണം. ജോയിൻ ചെയ്യുന്ന രീതിയിൽ ലൈൻസ് വരച്ചു കൊടുക്കണം. പക്ഷേ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഹൊറിസോണ്ടൽ ആയിട്ടല്ല ലൈനുകൾ വരയ്ക്കുന്നത്. മറ്റൊരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെ വരയ്ക്കണമെന്ന് അറിയോ? ഇങ്ങനെ സ്ലോപ്പായിട്ട് ലൈൻ വരയ്ക്കാം. ഇതാണ് ഫസ്റ്റ് ലൈൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതിലൂടെ തിരിച്ചു പോവാം. ഇതിലൂടെ തിരിച്ചു പോയിട്ട് ഇങ്ങനെ വന്നിട്ട് അടുത്ത ലൈൻ വരയ്ക്കാം. അപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലൈനുകൾ എപ്പോഴും ആദ്യത്തെ ലൈനിന് പാരലൽ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ 2sലേക്ക് ലൈൻ വരച്ചു. നമ്മൾ 2sനെ ടച്ച് ചെയ്യുന്ന ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോവുക. തിരിച്ചു പോയിട്ട് ഇതാ ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാം? അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ആ പാരലൽ ലൈൻ 2pയെ ടച്ച് ചെയ്തു. അത് കഴിഞ്ഞ് 3sനെ ടച്ച് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചു പോവുക. നമ്മൾ തിരിച്ചു പോയി ഇതാ ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ലൈൻ വരയ്ക്കാം. പാരലൽ ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചു. അപ്പോൾ അത് ആദ്യം 3pയെ ടച്ച് ചെയ്തു, പിന്നെ 4sനെ ടച്ച് ചെയ്തു. അവിടുന്ന് വീണ്ടും നമ്മൾ തിരിച്ചു പോവാം. തിരിച്ചു പോയി. നമ്മൾ തിരിച്ചു പോയിട്ട് ഇതാ ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുക. അടുത്ത പാരലൽ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടാം. ഓക്കെ, അപ്പോൾ അത് ആദ്യം 3dയെ ടച്ച് ചെയ്തു, പിന്നെ 4pയെ ടച്ച് ചെയ്തു, പിന്നെ 5sനെ ടച്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം. നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്ന സമയത്ത് തിരിച്ചു പോകണം. നമ്മൾ തിരിച്ച് ഈ ഗ്യാപ്പിലൂടെ തിരിച്ചു പോയി നമ്മളിത് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക? അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുക. കണ്ടോ? അപ്പോൾ ഇത് ആദ്യം 4dയെ ടച്ച് ചെയ്തു, പിന്നെ 5pയെ ടച്ച് ചെയ്തു, പിന്നെ 6sനെ ടച്ച് ചെയ്തു. ശരിയല്ലേ? വീണ്ടും നമ്മൾ തിരിച്ചു പോവാം. ഇതിലൂടെ നമ്മൾ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി ഇത് അവിടെ എത്തി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുക. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും തിരിച്ചു പോകാം. അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുക. അങ്ങനെ പാരലൽ ലൈൻസ് വരച്ച് വരിക. ഈ പാരലൽ ലൈൻസ് ഏത് ഓർബിറ്റൽസിനെയാണ് ആദ്യം ടച്ച് ചെയ്യുന്നത് നോക്കാം. ഏത് ഓർബിറ്റലിനെയാണ്? 1sനെയാണ് അല്ലേ? ഏറ്റവും ആദ്യം ടച്ച് ചെയ്ത് 1sനെയാണ്. സോ 1s. അത് കഴിഞ്ഞിട്ട് ആരെ ടച്ച് ചെയ്യുന്നത്? തിരിച്ചു പോയിട്ട് പിന്നെ ടച്ച് ചെയ്യുന്നത് 2sനെയാണ്. 2s. തിരിച്ചു പോയിട്ട് പിന്നെ ടച്ച് ചെയ്യുന്ന ആരെയാ? 2p ആണ്. അത് കഴിഞ്ഞാൽ പിന്നെയോ 3sനെയാണ്. വീണ്ടും തിരിച്ചു പോയി പിന്നെ ആരെ ടച്ച് ചെയ്യുന്നത്? 3p ആണ്. അത് കഴിഞ്ഞിട്ട് 4sനെയാണ്. ഓക്കെ, 4s നിന്ന് വീണ്ടും തിരിച്ചു പോയി 3d, 4p, 5s. 3d, 4p, 5s. വീണ്ടും തിരിച്ചു പോയി 4d, 5p, 6s. 4d, 5p, 6s. വീണ്ടും തിരിച്ചു പോകുന്നു 4f. ഓക്കെ, 5d, 6p അല്ലേ? ഇങ്ങനെ പോകും. ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം? അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഈ പാരലൽ ലൈനുകൾ ടച്ച് ചെയ്യുന്ന ഓർബിറ്റൽസിൻ്റെ അതേ ഓർഡറിലാണ്.
ഏത് ഓർഡറിലാണോ പാരലൽ ലൈൻസ് ടച്ച് ചെയ്യുന്നത് അതേ ഓർഡറിലാണ്. ഈ ഓർഡറിലാണ് നിങ്ങളുടെ ഓർബിറ്റൽസിന്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നമ്മുടെ n പ്ലസ് റൂളും ലോവസ്റ്റ് n വാല്യൂ എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഓർബിറ്റൽസിന്റെ n പ്ലസ് എൽ വാല്യൂ ലോവസ്റ്റ് n വാല്യൂ ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ ഓർഡറിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? n പ്ലസ് എൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് n വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, പാരലൽ ലൈൻസ് സ്കെയിൽ വെച്ചിട്ട് കൊടുക്കുക, ആ പാരലൽ ലൈൻസ് ടച്ച് ചെയ്യുന്ന അതേ ഓർഡറിൽ ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്യുക. ആൻഡ് ദിസ് വിൽ ബി ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. ഓക്കെ, ഹൈഡ്രജനിലല്ല, മൾട്ടി ഇലക്ട്രോൺ ആറ്റങ്ങളിലല്ല. കാരണം ഹൈഡ്രജനിൽ ഒരു ഷെല്ലിലുള്ള എല്ലാ ഓർബിറ്റൽസിനും ഒരേ എനർജി ആയിരിക്കും അല്ലേ? ഷെല്ലിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് അവരുടെ എനർജിയും കൂടുതലായിരിക്കും. പക്ഷെ മൾട്ടി ഇലക്ട്രോൺ ആറ്റങ്ങളിൽ അങ്ങനെയല്ല. ഒരു ഓർബിറ്റലിലുള്ള ഒരു ഷെല്ലിലുള്ള ഓർബിറ്റൽസിന് തന്നെ വ്യത്യസ്ത എനർജി ആയിരിക്കും. അതാണ് നമ്മളിവിടെ കണ്ടത്. സോ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ഓഫ് വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഫ്രം 1s to 6p will be 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p, 6s, 4f, 5d, 6p അല്ലേ? ഇത് മുഴുവൻ നമ്മളെ കൊണ്ട് ഓർത്തിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിച്ചാൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പോൾ ഓബോ പ്രിൻസിപ്പിൾ പറഞ്ഞത് ഈ ഓർബിറ്റൽസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിലായിരിക്കണം ഇലക്ട്രോൺസിനെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇലക്ട്രോൺസിനെ നമ്മൾ ഇതിലാണ് ഫില്ല് ചെയ്യുക? 1s-ലാണ്. അത് നിറഞ്ഞു കവിഞ്ഞാൽ 2s-ൽ, അത് നിറഞ്ഞു കവിഞ്ഞാൽ 2p-ൽ, അത് നിറഞ്ഞു കവിഞ്ഞാൽ 3s-ൽ, അതും നിറഞ്ഞാൽ 3p-ൽ. അങ്ങനെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് വരണം നിങ്ങൾ. ദിസ് ഇസ് ഓബോ പ്രിൻസിപ്പിൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓബോ പ്രിൻസിപ്പിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടി. ഒരു ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത് അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ഈ ഒരു റൂൾ കൊണ്ട് മാത്രം നമുക്കൊരു ആറ്റത്തിനുള്ളിൽ ഓർബിറ്റൽസിന്റെ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ നിർത്താൻ പറ്റില്ല. നമുക്ക് ഇനിയും 2 റൂളുകൾ കൂടി ചെക്ക് ചെയ്യാനുണ്ട്. മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് റൂൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്തുകൊണ്ടായിരിക്കും നമ്മളതിനെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കേണ്ടി വന്നത്? കാരണം പോളി എന്ന പേരിൽ ആരോ ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്ത് അല്ലേ? യെസ്, അത് സത്യമാണ്. ഓബോയുടെ കേസിൽ നമുക്ക് തെറ്റുപറ്റിയതുപോലെയല്ല. ഇവിടെ നിങ്ങൾ ഗസ് ചെയ്തത് സംഭവം ശരിയാണ്. ആരാണെന്നറിയോ? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇങ്ങനെയായിരുന്നു. വോൾഫ്ഗാങ് പോളി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന് പുറകിൽ അഹോരാത്രം പ്രവർത്തിച്ചത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ആ കാര്യം പറയുന്നതിന് മുമ്പ് ഞാനതൊന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ആ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, സപ്പോസ് നമ്മുടെ കയ്യിലൊരു ഓർബിറ്റൽ ഉണ്ട്. ഏത് ഓർബിറ്റലാണ് വേണ്ടേ? 1s എടുത്തോ. ഏത് ഓർബിറ്റലാണ്? 1s ഓർബിറ്റൽ നമ്മുടെ കയ്യിലുണ്ട്. ഈ 1s ഓർബിറ്റലിൽ നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോൺസും ഉണ്ട്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ 1s2 എന്ന് എഴുതും. 1s ഓർബിറ്റലാണ്, 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരു സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുക നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ 2, 1s2 എന്ന് പറഞ്ഞാൽ 1s ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആയിക്കോട്ടെ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ അറിയോ? ഈ 2 ഇലക്ട്രോണിൻ്റെയും 1sൽ ഇരിക്കുന്ന 2 ഇലക്ട്രോണിൻ്റെയും ക്വാണ്ടം നമ്പേഴ്സ് ഞാൻ എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 2 കോളം വരയ്ക്കുന്നു. ആദ്യത്തെ കോളം നമ്മുടെ ഫസ്റ്റ് ഇലക്ട്രോണിനുള്ളതാണ്, രണ്ടാമത്തെ കോളം സെക്കൻഡ് ഇലക്ട്രോണിനുള്ളതാണ്. ഈ 2 ഇലക്ട്രോണിൻ്റെയും ഏതൊക്കെ വാല്യൂസ് ഞാൻ എഴുതണം എന്നറിയോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ എഴുതണം, അസീമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ എഴുതണം, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ എഴുതണം, സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂ എഴുതണം. ഈ 4 ക്വാണ്ടം നമ്പർ വാല്യൂസും എനിക്ക് എഴുതിയേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ഇലക്ട്രോൺ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ എന്തായിരിക്കും? 1s-ൽ ഇരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി എൽ വാല്യൂ, അസീമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ എസ് സബ്ഷെൽ ആണ് അല്ലേ? എസ് സബ്ഷെൽ ആണെങ്കിൽ എൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എൽ വാല്യൂ 0 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് ഒരേ ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, 0. ഇനി സ്പിൻ ക്വാണ്ടം നമ്പർ, നമുക്ക് ഏത് സ്പിൻ ക്വാണ്ടം നമ്പർ കൊടുക്കാം. ക്ലോക്ക് വൈസ് ആണെങ്കിൽ +½ എന്ന് കൊടുക്കാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -½ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. സപ്പോസ് ഞാൻ അതിന് +½ എന്ന് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ -½ എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. +½ എന്ന് കൊടുത്തു. അപ്പോൾ 1s-ൽ ഇരിക്കുന്ന 2 ഇലക്ട്രോൺസിൽ ആദ്യത്തെ ഇലക്ട്രോണിന്റെ ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒരു സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനി അതേ 1s-ൽ ഇരിക്കുന്ന രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ ഇതേ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യാം. n വാല്യൂ n = 4 ക്വാണ്ടം നമ്പർ നമ്മൾ എഴുതാൻ പോവാണ്. l = മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ =
സ്പിൻ ക്വാണ്ടം നമ്പർ ഈക്വൽ ടു പറഞ്ഞോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്തായിരിക്കും? അതും ഫസ്റ്റ് ഷെല്ലിലെ എസ് ഓർബിറ്റലാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ എൻ വാല്യൂ 1 ആണ്. ഇനി എസ് എഫ് ഷെൽ ആണെങ്കിൽ എൽ വാല്യൂ 0 ആണ്. എൽ വാല്യൂ 0 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും 0 ആണ്. ആണല്ലോ, ആണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ആദ്യത്തെ 3 ക്വാണ്ടം നമ്പറിനും ഒരേ വാല്യൂ ആണ്. സപ്പോസ് നാലാമത്തെ ക്വാണ്ടം നമ്പറിനും സെയിം വാല്യൂ ആണെങ്കിൽ, പ്ലസ് ഹാഫ് തന്നെയാണെങ്കിൽ, ഈ 2 ഇലക്ട്രോണിനും ഒരേ അഡ്രസ് അല്ലേ? ഒരേ അഡ്രസ്സിൽ 2 ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഒരേ ഡിസ്ട്രിക്റ്റിൽ, ഒരേ പോസ്റ്റ് ഓഫീസിൽ, ഒരേ വീട്ടുപേരിൽ, അത്രയും കറക്റ്റ് ആയിരിക്കും. പക്ഷേ ആ വീട്ടിനുള്ളിൽ 2 പേർക്ക് ഒരേ പേരുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. മിനിമം അവരുടെ പേരെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഡിസ്ട്രിക്റ്റോ പോസ്റ്റ് ഓഫീസോ വീട്ടുപേരോ സെയിം ആണെങ്കിലും ആളുടെ പേര് ഡിഫറെൻ്റ് ആയിരിക്കും മിനിമം. എന്നാലല്ലേ അയാൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 പേർക്കും ഒരേ അഡ്രസ് ആണെങ്കിൽ പിന്നെ അതിലെന്താ അർത്ഥമല്ല, 2 പേരും ഒന്ന് തന്നെയല്ലേ. അതുപോലെ 1s ഇരിക്കുന്ന 2 ഇലക്ട്രോൺസിനും 4 ക്വാണ്ടം നമ്പേഴ്സിനും ഒരേ വാല്യൂ ആണെങ്കിൽ പിന്നെ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇല്ല. അപ്പൊ ഈ ഇലക്ട്രോണിൽ നിന്നും വേർതിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിന് എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 4ാമത്തെ ക്വാണ്ടം നമ്പറായ സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എങ്കിലും ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പർ എത്ര കൊടുത്തു? ഞാൻ -1/2 കൊടുത്തു. അപ്പൊ ഈ 2 ഇലക്ട്രോൺസും 2 ഇലക്ട്രോൺ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇവൻ ദോ ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സിനും ഒരേ വാല്യൂ ആണെങ്കിലും 4ാമത്തെ ക്വാണ്ടം നമ്പറിന് ഡിഫറെന്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസും 2 വ്യത്യസ്ത ഇലക്ട്രോൺസ് ആണ്. ക്ലിയർ ആണ്? പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി സപ്പോസ് ഈ ഓർബിറ്റലിൽ 3ാമതൊരു ഇലക്ട്രോണിനെ കൂടി നമ്മൾ കുത്തി നിറച്ച് വെക്കുകയാണെങ്കിലോ, നമുക്ക് അതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം 1s 3ാമതൊരു ഇലക്ട്രോണിനെ കൂടി ഫില്ല് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ തേർഡ് ഇലക്ട്രോൺ ഇൻ 1s, തേർഡ് ഇലക്ട്രോൺ, അതിൻ്റെയും എൻ വാല്യൂ എഴുതണം, എൽ വാല്യൂ എഴുതണം, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ എഴുതണം, സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂ എഴുതണം. ശരി, തുടങ്ങിക്കോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ എന്തായിരിക്കും? ഫസ്റ്റ് ഷെല്ലിലാണല്ലോ 1. അസീമുത്തൽ ക്വാണ്ടം നമ്പർ എസ് എഫ് ഷെൽ അല്ലേ 0. എന്നിന് 0 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0. പ്രശ്നമില്ല, കാരണം ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആയാലും കുഴപ്പമില്ല. 4ാമത്തെ ഡിഫറെൻ്റ് ആയാൽ മതി. 4ാമത്തെ ക്വാണ്ടം നമ്പറിന് ഈ 2 വാല്യൂ അല്ലാതെ മറ്റൊരു ഡിഫറെൻ്റ് വാല്യൂ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ടെന്നല്ല, ആരെ കൊണ്ട് കഴിയില്ല. കാരണം എന്താ? സ്പിൻ ക്വാണ്ടം നമ്പറിന് ഒന്നുകിൽ +1/2 അല്ലെങ്കിൽ -1/2. ഈ 2 വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇതല്ലാതെ 3ാമതൊരു വാല്യൂ കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഞാനിവിടെ +1/2 കൊടുത്താൽ, സപ്പോസ് ഞാനിത് +1/2 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ആ 3ാമത്തെ ഇലക്ട്രോൺ 1ാമത്തെ ഇലക്ട്രോൺ തന്നെയാവും. അപ്പൊ പിന്നെ 3ാമതൊരു ഇലക്ട്രോണിനെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഞാനിതിന് -1/2 കൊടുക്കുകയാണെങ്കിലോ, സ്പിൻ ക്വാണ്ടം നമ്പർ -1/2 ആയാലും എന്താ സംഭവിക്കുക? ഈ 2ാമത്തെ ഇലക്ട്രോണും 3ാമത്തെ ഇലക്ട്രോണും ഒന്ന് തന്നെയാണെന്ന് പറയും. 2 പേർക്ക് ഒരേ അഡ്രസ് ആണ്. അപ്പൊ പിന്നെ 3ാമത്തെ ഇലക്ട്രോണിനെ വെറുതെ അതിൽ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് തന്നെ എസ് എന്ന് പറയുന്ന ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം ഉണ്ടാവുള്ളൂ മക്കളെ? 2 ഇലക്ട്രോൺസ് മാക്സിമം ഉണ്ടാവുള്ളൂ. എന്താ 3ാമതൊരു ഇലക്ട്രോൺ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്? 3ാമതൊരു ഇലക്ട്രോൺ വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നെങ്കിൽ ആദ്യത്തെ ഇലക്ട്രോണിന്റെ അതേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 2ാമത്തെ ഇലക്ട്രോണിന്റെ അതേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരേ സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് കാണിക്കുന്ന ഒന്നിലധികം ഇലക്ട്രോണുകൾ ഒരിക്കലും ഒരു ആറ്റത്തിനുള്ളിൽ ഉണ്ടാവില്ല. എന്താ ഞാൻ പറഞ്ഞത്? ഒരേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് കാണിക്കുന്ന ഒന്നിലധികം ഇലക്ട്രോണുകൾ ഒരാറ്റത്തിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകൾക്ക്, ഒരാറ്റത്തിനുള്ളിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഒരിക്കലും പോസിബിൾ അല്ല. പറഞ്ഞ ക്ലിയർ ആണ്? യെസ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഒരിക്കലും 1s പോസിബിൾ അല്ല. അതിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 3ാമത്തെ ഇലക്ട്രോൺ കൂടി അതിൽ കുത്തി നിറയ്ക്കാമെന്നുള്ളത് നിങ്ങളുടെ അതിമോഹമാണ്. ഓക്കെ, അത് നടക്കില്ല. അത്യാഗ്രഹമാണ്, അതിമോഹമാണ്, നടക്കില്ല. ആറ്റം പറയും, പോയി പണി നോക്കാൻ പറയും. പറഞ്ഞ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഈ 1s, ഇനി നമ്മൾ 2p എടുത്താലോ? 2pയുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം 2p എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 ഓർബിറ്റൽസ് ആണ്. 2px, 2py, 2pz. അപ്പൊ ഇങ്ങനെ ഏതൊരു ഓർബിറ്റലിലും എന്തുകൊണ്ടാണ് 2 ഇലക്ട്രോൺസ് മാത്രമായി പോയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു ഓർബിറ്റലിൽ അക്കമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസിന്റെ മാക്സിമം എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ശരിയല്ലേ? അത് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസുകൾ പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു നമ്മളത് പറഞ്ഞത്. ഓർബിറ്റൽ കൻ അക്കമഡേറ്റ് മാക്സിമം 2 ഇലക്ട്രോൺസ്. ശരിയല്ലേ? അതെന്തുകൊണ്ടാണ് 2 ആയത്? കാരണം 2ൽ കൂടുതൽ ഒരു ഓർബിറ്റലിൽ നിങ്ങൾ അക്കമഡേറ്റ് ചെയ്താൽ ആ മൂന്നാമത് വരുന്ന ഇലക്ട്രോണിന് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇലക്ട്രോണിന്റെ അതേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് മക്കളെ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസിന് മാത്രമേ നിങ്ങൾക്ക് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? സോ വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ഇത്രയേ ഉള്ളൂ. നോ 2 ഇലക്ട്രോൺസ്. എന്താണ്? നോ 2 ഇലക്ട്രോൺസ് in an atom can have the same set of 4 quantum numbers. ഒരാറ്റത്തിലെ 2 ഇലക്ട്രോൺസിന് ഒരിക്കലും സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് പോസിബിൾ അല്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി നമുക്കിതിനെ സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? Only 2 electrons can exist in the same orbital and these orbitals must have opposite spin. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന്റെ 2 സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? നോ 2 ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം വാല്യൂ ഫോർ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. നോ 2 ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഉള്ള 2 ഇലക്ട്രോൺസ് ഒരാറ്റത്തിൽ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ നമുക്കത് മറ്റൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? Only 2 electrons can exist in the same orbital and these electrons must have opposite spin. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസിന് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇലക്ട്രോൺസിനാണെങ്കിൽ സ്പിൻ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒരെണ്ണത്തിന് ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ മറ്റേതിന് എന്തായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ പറ, ഏത് റൂളാണ് ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ആണ് മാക്സിമം അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്? അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഏത് റൂൾ അനുസരിച്ചാണ്? നമ്മുടെ പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഓർബിറ്റുകളിൽ 2 ഇലക്ട്രോണിനെ മാത്രം അക്കമഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ മൂന്നാമത്തെ റൂളിലേക്ക് പോകുന്നു. എന്തായിരുന്നു? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. മൂന്നാമത്തെ റൂളിലേക്ക്. ഹൺസ് റൂൾ ഓഫ് maximum multiplicity. Okay, ആരായിരിക്കും ഇത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുക? ഉറപ്പല്ലേ? ഹണ്ട് എന്ന പേരിലുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലേ? യെസ്. അദ്ദേഹത്തിന് മുഴുവൻ പേര് എന്താണ്? ഫ്രെഡറിച്ച് ഹണ്ട് എന്നായിരുന്നു. ഓക്കെ, ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇദ്ദേഹം പറയുന്നത് എല്ലാ ഓർബിറ്റൽസിനും ബാധകമായ ഒരു കാര്യമല്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഓർബിറ്റൽസിനും ബാധകമായ ഒരു കാര്യമല്ല. ഓർബിറ്റൽസിൽ തന്നെ ചില പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന ഓർബിറ്റൽസിന് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ ബാധകമാവുക. അതേത് ഓർബിറ്റൽസിനാണെന്നറിയോ? ഡീജനറേറ്റ് ഓർബിറ്റൽസിനാണ്. എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റൽസിനാണ്. ഡീജനറേറ്റ് ഓർബിറ്റൽസ്. എന്താ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ? ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ഷെല്ലിലുള്ള എല്ലാ ഓർബിറ്റൽസിനും ഒരേ എനർജി ആയിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ? ഒരു സബ്ഷെല്ലിലുള്ള എല്ലാ ഓർബിറ്റൽസിനും ഒരേ എനർജി ആയിരിക്കും. അപ്പോൾ PX, PY, PZ ഒരു സബ്ഷെല്ലിലെ 3 ഓർബിറ്റൽസ് ആണ് അല്ലേ? 3നും ഒരേ എനർജി ആയിരിക്കും. DXY, DYZ, DXZ, DX² - Y², DZ². ഡി സബ്ഷെല്ലിലുള്ള 5 ഓർബിറ്റൽസ് ആണ്. ഈ 5 ഓർബിറ്റൽസിനും ഒരേ എനർജി ആയിരിക്കും. അങ്ങനെ ഒരു സബ്ഷെല്ലിലുള്ള ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാം. കാരണം ദേ ഹാവ് സെയിം എനർജി. ഓക്കെ, സോ അപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽസ് ഇൻ ദ സെയിം സബ്ഷെൽ, ഒരേ സബ്ഷെല്ലിലുള്ള ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരേ എനർജിയുള്ള ഓർബിറ്റൽ എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ഈ ഓർബിറ്റൽസിന് മാത്രമേ ഹൺസ് റൂൾ അപ്ലിക്കബിൾ ആവുള്ളൂ. അത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോട്ടാ. അപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ P3
നമ്മുടെ കയ്യിൽ ഒരു പി ഓർബിറ്റൽ ഉണ്ട്. ആ പി ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 3 ഇലക്ട്രോൺസിനെ നിങ്ങൾ എങ്ങനെയാണ് പി ഓർബിറ്റലിൽ അറേഞ്ച് ചെയ്യാം? അവിടെ ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, പി എന്ന് പറഞ്ഞാൽ 3 പി ഓർബിറ്റൽ ഉണ്ട്. പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി സെറ്റ് ഉണ്ട്, അല്ലേ? പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി സെറ്റ് ഉണ്ട്. പി 3 എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പി എക്സ് ഓർബിറ്റൽ ഉണ്ട്, അതിൽ പി വൈ ഓർബിറ്റൽ ഉണ്ട്, അതിൽ പി സെറ്റ് ഓർബിറ്റൽ ഉണ്ട്. ഈ 3-ൽ ആരിലൊക്കെയാണ് നമ്മൾ ഈ ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം? പി എക്സിലാണോ, പി വൈയിലാണോ, പി സെറ്റിലാണോ? എന്തായാലും ഒരു ഓർബിറ്റലിൽ 2-ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഇരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പി എക്സിൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റിയ 2 പി വൈയിൽ 2, പി സെറ്റിൽ 2. ശരിയല്ലേ? ഇങ്ങനെയാണ് ടോട്ടൽ പി സബ്ഷനിൽ 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ഓക്കെ. പക്ഷെ ഇതെങ്ങനെ കൊടുക്കും നമ്മൾ ഈ 3 എണ്ണത്തെ? അല്ലെങ്കിൽ നമ്മൾ ഈ ഓർബിറ്റൽസിന് പകരം ബോക്സുകൾ വരയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. അത് വേറൊരു മെത്തേഡാണ്. ഓർബിറ്റൽസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഇപ്പോൾ പി എക്സ്, പി വൈ, പി സെറ്റ് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു പി ഓർബിറ്റലിന് നമ്മളൊരു വലിയ ബോക്സ് വരയ്ക്കും. എന്നാൽ അതിൽ 3 ചെറിയ ബോക്സുകളാക്കി മാറ്റും. ഈ 3 ചെറിയ ബോക്സുകളിൽ ആദ്യത്തേത് പി എക്സും, രണ്ടാമത്തെ പി വൈയും, മൂന്നാമത്തെ പി സെറ്റുമാണ് എന്നാണ് പറയാം. എന്നാൽ ഇതിൽ ഇലക്ട്രോണിനെ എങ്ങനെയാണ് കൊടുക്കുകയെന്നറിയോ? ഇങ്ങനെ ആരോ മാർക്കുകളായിട്ട്, അപ്വാർഡ് ഡയറക്ഷനിലും ഡൗൺവാർഡ് ഡയറക്ഷനിലും ആരോ മാർക്കുകളായിട്ട്. ഈ അപ്വാർഡ് ആരോ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യാന്നറിയോ? അപ്വാർഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോണിന് ക്ലോക്ക് വൈസ് സ്പിൻ ആണെന്നാണ്. ഡൗൺ ആരോ എന്താണെന്നറിയോ? ഇലക്ട്രോണിന് ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണെന്നാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ എങ്ങനെയാണെങ്കിൽ ഈ 3 ഇലക്ട്രോൺ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക? ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ നമുക്ക് പി എക്സിൽ 2 ഇലക്ട്രോണിനെ കൊടുക്കാം, അല്ലേ? എന്നിട്ട് ബാക്കിയുള്ള ഒരു ഇലക്ട്രോണിനെ, മൂന്നാമത്തെ ഇലക്ട്രോണിനെ പി വൈയിൽ കൊടുക്കാം. അല്ലെങ്കിൽ പി എക്സിൽ 2 ഇലക്ട്രോണിനെ കൊടുത്ത് മൂന്നാമത്തെ ഇലക്ട്രോണിനെ പി സെറ്റിൽ കൊടുക്കാം. കാരണം പി എക്സിനും പി വൈക്കും പി സെറ്റിനും ഒരേ എനർജിയാണ്. അപ്പോൾ എനർജി ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. ഇനി അതല്ലെങ്കിൽ പി എക്സിൽ 1 ഇലക്ട്രോണിനെ കൊടുത്ത് പി വൈയിൽ 2 ഇലക്ട്രോണിനെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഇതിൽ ഏത് സാധ്യതയാണ് ശരിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഹണ്ട് പറഞ്ഞത്. ഹണ്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? പെയറിംഗ് in degenerate orbitals takes place only after each orbital has got 1 electron each. എന്താ പറഞ്ഞത്? ഡീജനറേറ്റ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ പെയറിംഗ് നടക്കുന്നത്. എന്താ ഇലക്ട്രോൺ പെയറിംഗ് എന്ന് പറഞ്ഞാൽ? 2 ഇലക്ട്രോൺ വീതം ഫില്ലാവുന്നത്. എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റലിനും ഓരോ ഇലക്ട്രോണിനെ വീതം കൊടുത്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 3 ഇലക്ട്രോണിനെ നിങ്ങൾ ആദ്യം ഓരോന്ന് വെച്ച് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഈ ബോക്സ് ഇതിപ്പോൾ എഴുതുമ്പോൾ നമ്മൾ പി എക്സ് 1, പി വൈ 1, പി സെറ്റ് 1 എഴുതും. ബോക്സിലാണെങ്കിലോ ഓരോ ബോക്സിനും ഓരോ ആരോ മാർക്ക്. ക്ലിയർ അല്ലേ? ഈ അപ്വാർഡ് ആരോ ആണെങ്കിൽ അതിനർത്ഥം എന്താ? ഇലക്ട്രോണിന് ക്ലോക്ക് വൈസ് സ്പിൻ ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ്, ഇവിടെ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ്. ഇനി സപ്പോസ് ഡൗൺ ആരോ ആയിരുന്നെങ്കിലോ ഇലക്ട്രോണിന് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴാണ് പെയറിംഗ് നടക്കുക? ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ, പിയിൽ 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ ഹണ്ട് പറഞ്ഞത് എന്താ? ആദ്യം നിങ്ങൾ ഡീജനറേറ്റ് ഓർബിറ്റൽസിനെല്ലാം ഓരോ ഇലക്ട്രോണിനെ കൊടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നിട്ട് പെയർ ചെയ്ത് പോയിക്കോ, ഓരോന്ന് വീതം കൂടി കൊടുത്തു പോയിക്കോ. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണത്തെ ഇവിടെ കൊടുത്തു, ഒരെണ്ണത്തെ പി വൈക്ക് കൊടുത്തു, ഒരെണ്ണത്തെ പി സെറ്റിന് കൊടുത്തു. അപ്പോൾ 4ാമത്തെ ഒരു ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ വേഗം തിരിച്ചു വന്നു, പി എക്സിന് 2ാമത് ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോൾ പി എക്സ് 2 ആയി, പി വൈ 1 ആയി, പി സെറ്റ് 1 ആയി. അപ്പോൾ പി എക്സിൽ 2ാമത്തെ ഇലക്ട്രോൺ. ഓക്കെ. ഇനി സപ്പോസ് പി 5 ആയിരുന്നെങ്കിലോ, 5 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിലോ, അപ്പോൾ നമ്മൾ ഒന്ന് പി എക്സിന് കൊടുക്കും, ഒന്ന് പി വൈക്ക് കൊടുക്കും, ഒന്ന് പി സെറ്റിന് കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോൺ കൂടി ഉണ്ട്. തിരിച്ചു വരുന്നു, പി എക്സിന് ഒരെണ്ണത്തെ കൂടി കൊടുക്കും, അപ്പോൾ പി എക്സ് 2 ആവും. പി വൈക്ക് ഒരെണ്ണത്തെ കൂടി കൊടുക്കും, അപ്പോൾ പി വൈ 2 ആവും. കണ്ടോ? ദിസ് ഇസ് കോൾഡ് ആസ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ പെയറിംഗ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ all the degenerate orbitals are singly occupied. എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ പെയർ ചെയ്തോ. ഇപ്പോൾ സാധാരണ നമ്മൾ സദ്യക്കൊക്കെ ഏതെങ്കിലും ഒരു ഐറ്റം കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തിട്ട് വട്ടം എത്തിക്കും, അല്ലേ? എല്ലാവർക്കും കൊടുത്തു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുണ്ടെങ്കിൽ 2ാമത് വന്ന് വീണ്ടും വിളമ്പിപ്പോകും. അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെയും വിളമ്പേണ്ടത്. കയ്യിലുള്ള ഇലക്ട്രോൺസിന് അത് എവിടെ? ഡീജനറേറ്റ് ഓർബിറ്റലുകളിൽ മാത്രം.
കേട്ടോ. ഡീജനറേറ്റ് ഓർബിറ്റൽസിന് മാത്രമാണ്. അപ്പോൾ പിയുടെ കേസ് ഞാൻ പറഞ്ഞു. ഇനി സപ്പോസ് ഞാനൊരു ഡി ഓർബിറ്റൽ കൂടി എടുത്ത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നമ്മുടെ കയ്യിൽ D4 4 ഇലക്ട്രോൺ ഉള്ള ഒരു ഡി ഓർബിറ്റലാണെന്ന് വിചാരിക്കും. ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര ഓർബിറ്റൽസ് ആയിരിക്കും? 5 ഓർബിറ്റൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വലിയൊരു ബോക്സ് വരച്ചിട്ട് അതിനെ 5ആയി ഡിവൈഡ് ചെയ്യണം. ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസിനെ നമ്മളെ ഇങ്ങനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഡീജനറേറ്റ് ഓർബിറ്റൽസിന് സെപ്പറേറ്റ് ബോക്സുകൾ വരയ്ക്കരുത്. സെപ്പറേറ്റ് ബോക്സ് വരച്ചാൽ അതിനർത്ഥം അവർക്ക് ഡിഫറെന്റ് എനർജി ആണെന്നാണ്. എപ്പോഴും ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ നമ്മൾ ഒരു ബോക്സ് വരച്ച് നിങ്ങൾ അതിനെ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് അവർക്ക് ഒരേ എനർജി ആണെന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ 4 ഇലക്ട്രോൺസിനെ ഹണ്ട് പറഞ്ഞതനുസരിച്ച് എങ്ങനെ നമ്മൾ വെക്കുക? ഇലക്ട്രോണിനെ ഓരോന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ 4 എണ്ണത്തിന് ഓരോന്ന് വെച്ച് കിട്ടും, 5ാമത്തേന് ഒന്നും കിട്ടില്ല, ബാക്കിയുള്ളവർക്ക് പെയറിങ് നടക്കില്ല. ഇനി ഇത് D7 ആയിരുന്നെങ്കിലോ, 7 ഇലക്ട്രോൺ ആയിരുന്നെങ്കിലോ, ഒന്നിതില് 5ാമത്തെ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കും. അപ്പോൾ വീണ്ടും 2 ഇലക്ട്രോൺ ബാക്കിയിട്ട് ഓടി വന്ന് തുടക്കം മുതൽ വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ വിളമ്പി തുടങ്ങും. പക്ഷേ രണ്ടാമത് വയ്ക്കുന്ന ഇലക്ട്രോണിന് ആദ്യം വെച്ച ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. അതല്ലേ പോളി പറഞ്ഞത്. അപ്പോൾ പോളിയെ നമ്മൾ മറക്കാൻ പാടില്ല. ഇനി ഈ ഇലക്ട്രോണിനെ ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു ഫുൾ ആരോ മാർക്ക് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. നിർബന്ധമല്ല, നിങ്ങൾക്ക് ഹാഫ് ആരോ മാർക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പം എനിക്ക് എപ്പോഴും കയ്യിൽ അങ്ങനെ വരുള്ളൂ, ഹാഫ് മാത്രമേ വരുള്ളൂ, ഫുള്ള് വരില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഡൗൺ ആരോ ആണെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ 3 റൂളുകൾ പഠിച്ചു. ഈ 3 റൂളുകൾ നമ്മൾ എന്തിനാണ് പഠിച്ചത്? ഒരു ആറ്റത്തിനുള്ളിൽ നമ്മൾ ഇലക്ട്രോൺസിനെ അതിനുള്ളിലെ ഓർബിറ്റൽസിലേക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ഒരു ആറ്റത്തിനുള്ളിലെ ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോണിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് എൻ ആറ്റം ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ആറ്റം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ് എവിടെ എത്തി? ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്തി. സോ നമ്മൾ എഴുതാൻ പോകുന്നു ആദ്യത്തെ കുറച്ച് എലമെന്റുകളുടെയെങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ 3 നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ. യെസ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ആറ്റം. ഹൗ ടു റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഓക്കെ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് എൻ ആറ്റം ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിനുള്ളിലെ അറ്റോമിക് ഓർബിറ്റലുകളിൽ ഇലക്ട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. അതിലേക്കാണ് നമ്മൾ നേരത്തെ 3 റൂളുകൾ പറഞ്ഞത്. ആ 3 റൂളുകൾ അനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 2 മെത്തേഡുകൾ ഉപയോഗിച്ച് എഴുതാം, 2 വ്യത്യസ്ത രീതികളിൽ എഴുതാം. ഓക്കെ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാവാം നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്കുള്ള പോക്ക്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ആദ്യത്തെ മെത്തേഡിനെ നമ്മൾ വിളിക്കുക ഓർബിറ്റൽ നൊട്ടേഷൻ എന്നാണ്. എന്താണ്? ഓർബിറ്റൽ നൊട്ടേഷൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓർബിറ്റൽ ഡയഗ്രം ഉപയോഗിച്ചാണ്. എന്താണ് ഈ ഓർബിറ്റൽ നൊട്ടേഷൻ ഉപയോഗിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. ഓർബിറ്റൽസിന് നമ്മൾ 1s 2s 2p എന്നൊക്കെ എഴുതിയില്ലേ? അതാണ് ഓർബിറ്റൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഷെൽ നമ്പർ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആദ്യം എഴുതും, അതിനുശേഷം സബ് ഷെല്ലിൻ്റെ സിമ്പൽ എഴുതും, എന്നിട്ട് അതിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത് അത് അതിന് മുകളിൽ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് പോലെ എഴുതുക. ഇതാണ് ഓർബിറ്റൽ നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ്. അപ്പോൾ 1s ഓർബിറ്റൽ 1s2 2s2 2p6 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിനെയാണ് നമ്മൾ ഓർബിറ്റൽ നൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത് ഈ നമ്പർ നമ്മൾ ഓരോ ഓർബിറ്റലിന് മുന്നേയുള്ള നമ്പർ എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അതിനുശേഷമുള്ള സിമ്പൽ എന്തിൻ്റെയാണ്? അതിൻ്റെ സബ്ഷെല്ലിൻ്റെയാണ്. അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്താണ്? അത് ആ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. സോ ദിസ് മെത്തേഡ് ഇസ് കോൾഡ് as ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡ്. അപ്പോൾ ഓർബിറ്റൽ ഡയഗ്രം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ ഡയഗ്രം മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർബിറ്റൽസിൻ്റെ നൊട്ടേഷൻ എഴുതുന്നതിന് പകരം 1s 2s എന്ന് എഴുതുന്നതിന് പകരം ബോക്സുകൾ വരയ്ക്കുക. ഒരു ഓർബിറ്റലിന് ഒരു ബോക്സ് വരയ്ക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹൺസ് റൂൾ പറഞ്ഞപ്പോൾ, അത് തന്നെയാണ് ഓർബിറ്റൽ ഡയഗ്രം മെത്തേഡ്.
ഓരോ ഓർബിറ്റലിനും ഓരോ ബോക്സ് വരയ്ക്കാം. എന്നിട്ട് അതിനുള്ളിൽ ഇലക്ട്രോൺസിനെ അപ്പ് ആരോ ആയിട്ടും ഡൗൺ ആരോ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. അപ്വാർഡ് ആരോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ക്ലോക്ക് വൈസ് സ്പിൻ ആണ്. ഡൗൺവാർഡ് ആരോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണ്. ഓക്കെ, ഡീജനറേറ്റ് ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ബോക്സ് വരച്ചിട്ട് അതിൽ എത്ര ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണോ വേണ്ടത് അത്രയും ഓർബിറ്റൽസ് വരച്ച് ചേർക്കാം. അല്ലാതെ ഡീജനറേറ്റ് ഓർബിറ്റൽസിന് സെപ്പറേറ്റ് ബോക്സുകൾ വരയ്ക്കരുത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ 1s ഓർബിറ്റലിന് എത്ര ബോക്സ് വരയ്ക്കണം? ഒരു ബോക്സ് വരച്ചാൽ മതി 1sന്. ഓക്കെ, 2sന് എത്ര ബോക്സ് വരയ്ക്കണം? ഒരു ബോക്സ് വരച്ചാൽ മതി. 2pക്കോ വലിയൊരു ബോക്സ് വരച്ചിട്ട് അതിനെ 3 ആക്കുക. ഇതാണ് 2p. അപ്പോൾ അതിൽ 2px ഉണ്ടാവും, 2py ഉണ്ടാവും, 2pz ഉണ്ടാവും. ശരിയല്ലേ? ഇനി ഡി ആണെങ്കിലോ, നേരത്തെ ഹൺസ് റൂളിന്റെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ബോക്സ് വരച്ച് അതിനെ 5ആയി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡി ഓർബിറ്റലായി. അപ്പൊ ഇതാണ് ഓർബിറ്റൽ ഡയഗ്രം മെത്തേഡ്. ഇതിൽ ഇലക്ട്രോൺസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആദ്യത്തെ ഇലക്ട്രോണിനെ ക്ലോക്ക് വൈസ് സ്പിൻ ആണ് എന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് അപ്വാർഡ് ആരോ മാർക്ക് കൊടുക്കുക. രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണെന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് ഡൗൺവാർഡ് ആരോ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇലക്ട്രോണിനെ ഡൗൺ ആരോ കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് മെത്തേഡ്, എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം അപ്പ് ആരോ പിന്നെ ഡൗൺ ആരോ, അതായത് ആദ്യം ക്ലോക്ക് വൈസ് പിന്നെ ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് തന്നെ നിങ്ങളും ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഫുൾ ആരോ മാർക്ക് വരയ്ക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഹാഫ് ആരോ മാർക്കും വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇലക്ട്രോണിനെ അപ്വാർഡ് ആരോ ഹാഫ് ആരോ കൊടുക്കാം, ആന്റി ക്ലോക്ക് വൈസ് കാണിക്കുന്നതിന് ഇങ്ങനെ കൊടുക്കാം. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്, ഇങ്ങനെ ഒരു ഫുൾ ആരോ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. ക്ലിയർ ആണല്ലോ? പക്ഷെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ ചെയ്ത പോലെ ആദ്യത്തേതിൽ ഫുൾ ആരോ കൊടുക്കുക, രണ്ടാമത്തേൽ ഹാഫ് ആരോ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഹാഫ് ആരോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ഹാഫ് ആരോ ഉപയോഗിക്കുക. ഫുൾ ആരോ മാർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ഫുൾ ആരോ മാർക്ക് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ മുതൽ ആദ്യത്തെ 30 എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് elements from hydrogen to zinc. കാരണം അറ്റോമിക് നമ്പർ 1 വരുന്നത് ഹൈഡ്രജൻ ആണ്, അറ്റോമിക് നമ്പർ 30 വരുന്നത് സിങ്കിനാണ്. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ എന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ, അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ? രണ്ട് മെത്തേഡിൽ നമ്മൾ എഴുതും കേട്ടോ. നമ്മൾ ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എഴുതും, അതുപോലെ തന്നെ നമ്മൾ ഓർബിറ്റൽ ഡയഗ്രം ഉപയോഗിച്ച് എഴുതും. അപ്പോൾ ഓർബിറ്റൽ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് ഒറ്റ ഇലക്ട്രോൺ ഉള്ളൂ ഹൈഡ്രജനിൽ. ആ ഒരു ഇലക്ട്രോൺ എവിടേക്കാണ് പോവുക? ഏറ്റവും ലോവസ്റ്റ് എനർജിയിൽ ഓർബിറ്റലാണ്, അതേതാണ്? 1s ആണ്. അപ്പോൾ 1sൽ ഒരു ഇലക്ട്രോൺ. ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ. ഇത് നമ്മളെങ്ങനെയാണ് ബോക്സ് വരച്ച് റെപ്രസെന്റ് ചെയ്യാം? എളുപ്പമല്ലേ ബോക്സ് വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ? 1s അല്ലേ? 1s എന്ന് പറയുമ്പോൾ ഒറ്റ ബോക്സ് മതി, അതിൽ ഒരു ഇലക്ട്രോൺ തീർന്നു. രണ്ടാമത്തെ ആറ്റം ഏതാ? രണ്ടാമത്തെ എലമെന്റ് ഏതാ? ഹീലിയമാണ്. അറ്റോമിക് നമ്പർ 2, 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആ 2 ഇലക്ട്രോണിനെയും കൊണ്ട് നമ്മൾ ആദ്യം എവിടേക്ക് ചെല്ലും? ലോവസ്റ്റ് എനർജിയുള്ള 1s ഓർബിറ്റലിന് അടുത്തേക്ക് ചെല്ലും. അപ്പോൾ 1s ഓർബിറ്റലിന് ആ 2 ഇലക്ട്രോണിനെയും എടുക്കാൻ പറ്റും അല്ലേ? കാരണം 1sന് 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാം മാക്സിമം. അപ്പോൾ 1s2 ഇസ് എ കോൺഫിഗറേഷൻ. എത്ര ബോക്സുകൾ വരയ്ക്കേണ്ടി വരും? നമ്മൾ ഓർബിറ്റൽ ഡയഗ്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റ ബോക്സ് മതി 1sന്. അതിനുള്ളിൽ 2 ഇലക്ട്രോൺ, ഒന്ന് ക്ലോക്ക് വൈസ് സ്പിൻ, മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ. ഓക്കെ, അടുത്തത് ലിത്തിയം. അറ്റോമിക് നമ്പർ 3, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3 ഇലക്ട്രോൺ ഉണ്ട്. ഈ 3 ഇലക്ട്രോണിനെയും കയ്യിൽ പിടിച്ച് നമ്മൾ 1sന് അടുത്തേക്ക് ചെല്ലും. 1s 2 ഇലക്ട്രോണിനെ അതിൽ നിന്ന് എടുക്കും. കാരണം 1sന് 2 ഇലക്ട്രോണിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിനെ കൊണ്ട് അടുത്ത ഹയസ്റ്റ് എനർജിയുള്ള ഓർബിറ്റലായ 2sന് അടുത്തേക്ക് ചെല്ലും. 2s ആ ഒരു ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യും. സോ ദ കോൺഫിഗറേഷൻ വിൽ ബി 1s2 2s1. അപ്പോൾ നമ്മൾ ബോക്സ് വരയ്ക്കുമ്പോൾ എത്ര ബോക്സ് വരയ്ക്കേണ്ടി വരും? 1sന് ഒരു ബോക്സ്, 2sന് ഒരു ബോക്സ്, 1sൽ 2 ഇലക്ട്രോൺ, 2sൽ ഒരു ഇലക്ട്രോൺ. ക്ലിയർ ആണ്? അടുത്ത എലമെന്റ് ബെറിലിയം. അറ്റോമിക് നമ്പർ 4, 4 ഇലക്ട്രോണിനെയും കൊണ്ട് നമ്മൾ 1sന് അടുത്തേക്ക് പോകുന്നു. 2 ഇലക്ട്രോണിനെ അത് അവിടെ എടുത്തോളും, ബാക്കി 2 ഇലക്ട്രോണിനെ 2s എടുത്തോളും. അപ്പോൾ 1s2 2s2 അല്ലേ? ബോക്സുകൾ വരയ്ക്കുമ്പോൾ 2 ബോക്സുകൾ തന്നെ മതി. 1sന് ഒരു ബോക്സ്, 2sന് ഒരു ബോക്സ്, 1sൽ 2 ഇലക്ട്രോൺ, 2sലും 2 ഇലക്ട്രോൺ. സോ ബെറിലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ബോറോൺ, അറ്റോമിക് നമ്പർ 5 വരുന്ന ബോറോൺ. 5 ഇലക്ട്രോണിനെ കൊണ്ട് നമ്മൾ ആദ്യം ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? ലോവസ്റ്റ് എനർജിയുള്ള 1sന്റെ അടുത്തേക്കാണ്. അപ്പോൾ 1s 2 ഇലക്ട്രോണിനെ എടുക്കും. ബാക്കിയുള്ള 3 ഇലക്ട്രോണിനെയും കൊണ്ട് 5ൽ 2 പോയല്ലോ, ബാക്കിയുള്ള 3 ഇലക്ട്രോണിനെയും കൊണ്ട് നമ്മൾ അടുത്ത ഹയർ എനർജിയുള്ള ഓർബിറ്റലിന് അടുത്തേക്ക് പോകും. അത് 2s ആണ്. 2 ഇലക്ട്രോണിനെ 2s എടുക്കും. ഒരു ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് തൊട്ടടുത്ത ഹയർ എനർജിയുള്ള ഓർബിറ്റലിന് അടുത്തേക്ക് പോകുക 2p. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സുകൾ വരയ്ക്കുന്നു. 1sന് ഒരു ബോക്സ്, 2sന്
ഒരു ബോക്സ് 2Pക്ക് വലിയൊരു ബോക്സ് വരച്ചിട്ട് അതിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് 2Px, ഒന്ന് 2Py, ഒന്ന് 2Pz. ഇനി 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2Pയിൽ 1 ഇലക്ട്രോൺ. ആ ഒരു ഇലക്ട്രോൺ എവിടെയായിരിക്കും? 2Pxലായിരിക്കും. ശരിയല്ലേ? സോ ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെറിലിയം. ഇനി അടുത്ത ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബോറോണിൻ്റെയാണ് നമ്മളിപ്പോൾ വരച്ചിട്ടോ. ഇനി അടുത്തത് ആരാ? അറ്റോമിക് നമ്പർ 6 വരുന്ന കാർബൺ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് മായ്ച്ചിട്ട് കാർബണിൻ്റെ എഴുതാം.